ഹായ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലൊരു എഗ്ലെസ് ടീ കേക്ക് റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഇത് ഒരു 3 ടൈംസ് എങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. മറ്റൊരു ബൗളിൽ ഒരു 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പിന് മേദ പൊടിച്ച പഞ്ചസാര, അതായത് 1/2 കപ്പിന് താഴെ പഞ്ചസാര പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ 1/2 കപ്പിന് മേതൊരു പഞ്ചസാര ഉണ്ടാകും. 3/4 കപ്പിൻ്റെ അടുത്ത് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് മിക്സിയിൽ ഇട്ട് അടിച്ചാലും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. അതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത് കേക്കിൻ്റെ. ഞാൻ ഇവിടെ ഒരു സോസ് പാനിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് മാവ് ഒഴിക്കുന്നത്. കേക്ക് മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കണം, അതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. അതൊരു സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് വന്നിട്ട് ഒരു 55 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് കേക്ക് റെഡിയാക്കി കിട്ടും. ഒരു 45 മിനിറ്റ്സ് ആകുമ്പം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം ശരിയായിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഒരു 55 മിനിറ്റ്സോടെ കേക്ക് റെഡിയായി കിട്ടും. ഇവിടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്ത ശേഷം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. എൻ്റെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അതോടൊപ്പം എൻ്റെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.